ഡിസംബർ 6 ആഗമനകാലത്തിൻ്റെ ആദ്യ വാരത്തിലെ ശനിയാഴ്ച. മത്തായി 9:35 മുതൽ 10:1 വരെയും 5 മുതൽ 8 വരെയും വാക്യങ്ങൾ. ഡിസംബർ മാസത്തിൽ ലോകമെമ്പാടുമുള്ള വീടുകളിലും കടകളിലും ചുവന്ന സ്യൂട്ട് ധരിച്ച സമ്മാനങ്ങളും ചിരിയും വഹിച്ചുകൊണ്ട് ഒരു ഉല്ലാസവാനായ മനുഷ്യൻ്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. കത്തോലിക്കരും അല്ലാത്തവരുമായ നിരവധി കുടുംബങ്ങൾക്ക് സാന്താക്ലോസിൻ്റെ രൂപം ക്രിസ്മസ് ആഘോഷത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതായി മാറിയിരിക്കുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ പിന്നിൽ സഭയുടെ ഒരു യഥാർത്ഥ വിശുദ്ധൻ ഉണ്ട്. 4-ാം നൂറ്റാണ്ടിലെ മൈറയിലെ ബിഷപ്പായ സെന്റ് നിക്കോളാസ്. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് ഇന്ന് സഭ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീരോചിതമായ ദാനധർമ്മം നൂറ്റാണ്ടുകളിലൂടെ പ്രതിധ്വനിക്കുന്നു. 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇപ്പോൾ തുർക്കി എന്നറിയപ്പെടുന്ന പതാരയിലാണ് വിശുദ്ധ നിക്കോളാസ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അനാഥനായ അദ്ദേഹത്തിന് ഗണ്യമായ സമ്പത്ത് അവകാശമായി ലഭിച്ചു. ഇത് തൻ്റെ വ്യക്തിപരമായ സ്വത്തായിട്ടല്ല, മറിച്ച് മറ്റുള്ളവർക്കായി തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു സമ്മാനമായി അദ്ദേഹം കണ്ടു. ഇവരിൽ ഏറ്റവും ചെറിയവരെ പരിപാലിക്കാനുള്ള സുവിശേഷ വചനത്താൽ നയിക്കപ്പെട്ട നിക്കോളാസ് രഹസ്യമായും ആർഭാടമില്ലാതെയും നൽകിയ നിശബ്ദവും ഉദാരവുമായ ദാനധർമ്മത്തിന് പേരുകേട്ടവനായി. അദ്ദേഹത്തിൻ്റെ ദാനധർമ്മത്തിൻ്റെ കഥകളിൽ ഒന്ന് 3 ദരിദ്ര യുവതികൾക്ക് രഹസ്യമായി സ്ത്രീധനം നൽകി അവരെ ഓരോരുത്തരെയും ദാരിദ്ര്യ ജീവിതത്തിൽ നിന്ന് രക്ഷിച്ചതിനെ കുറിച്ചാണ്. 3ാമത്തെ സ്ത്രീധനം നൽകുന്ന പ്രവൃത്തിയിൽ നിഗൂഢമായ ഗുണഭോക്താവിനെ പിടികൂടാൻ ആ യുവതികളുടെ പിതാവ് 2 ദിവസം ഉണർന്നിരുന്നു. നിക്കോളാസ് ചെയ്തു കണ്ട് നന്ദിയോടെ അദ്ദേഹം മുട്ടുകുത്തി. നിക്കോളാസ് ആ പിതാവിനോട് ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു: തൻ്റെ പ്രവൃത്തികൾ രഹസ്യമായി സൂക്ഷിക്കാൻ. ഈ സംഭവത്തിൽ നമുക്ക് ഈ വിശുദ്ധന്റെ ആത്മാവ് വ്യക്തമായി കാണാം. ക്രിസ്തുവിൻ്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള ഒരു ഇടയൻ യഥാർത്ഥ വിനയത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരുടെ അന്തസ്സ് പുനഃസ്ഥാപിക്കാനും അവരുടെ ഭാരങ്ങൾ ഉയർത്താനും ശ്രമിച്ചവൻ. നിക്കോളാസ് മൈറയിലെ ബിഷപ്പായി. പിന്നീട് AD 343 അദ്ദേഹം മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തോടുള്ള ഭക്തി കിഴക്കും പടിഞ്ഞാറും വ്യാപകമായി വ്യാപിച്ചു. ഇന്നത്തെ സുവിശേഷ വായനയിൽ വിശുദ്ധ മത്തായി പറയുന്നു, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് ആഴമായ അനുകമ്പ തോന്നി. ആളുകൾ എത്രമാത്രം വഴിതെറ്റിയവരും വിശക്കുന്നവരും ഒറ്റപ്പെട്ടവരുമാണെന്ന് യേശു തിരിച്ചറിഞ്ഞു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. അവരെ പരിപാലിക്കാനോ അവർക്ക് ശുശ്രൂഷ ചെയ്യാനോ ആരുമില്ലായിരുന്നു. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് രോഗശാന്തി നൽകാനും അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താനുമുള്ള ശക്തിയും കഴിവും നൽകി. ഇസ്രായേലിനെ കാണാതെ പോയ ആടുകളെ കണ്ടെത്താൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു നമുക്ക് രോഗശാന്തി നൽകാനുള്ള ശക്തി നൽകുന്നു. മറ്റൊരാളെ ശ്രവിച്ചുകൊണ്ട് നമുക്ക് അയാളെ സുഖപ്പെടുത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സമയം അല്പനേരം അയാൾക്ക് വേണ്ടി ചിലവഴിച്ച് നമ്മുടെ കഴിവ് അവരുടെ നന്മയ്ക്കായി ഉപയോഗിച്ച് നമുക്കൊരാളെ സുഖപ്പെടുത്താം. മറ്റൊരാളെ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് അവരെ സുഖപ്പെടുത്താൻ കഴിയും. നമുക്കെല്ലാവർക്കും മറ്റുള്ളവർക്ക് സൗഖ്യം നൽകാനുള്ള കഴിവുണ്ട്. ചോദ്യം ഇതാണ്: ഞാനിത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ?
നമുക്ക് ലഭിച്ച രോഗശാന്തി എന്ന ദാനം നാം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രോം കേരള.